പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, അതുകൊണ്ട് ഐസൂൻ്റെ മുടി വെട്ടാമെന്ന് കരുതി. നമ്മളെ നാട്ടിലുള്ള കടയിൽ തന്നെയാണ് കേട്ടോ പോണത്. പെരുന്നാൾ അടുപ്പിച്ച് നല്ല തിരക്കാവുമല്ലോ. അപ്പോൾ തിരക്ക് കഴിഞ്ഞ സമയം നോക്കി ഉറങ്ങിക്കിടന്ന് ഐസൂനെ ഉണർത്തിയിട്ടാണ് ഇപ്പം നമ്മൾ മുടി വെട്ടാൻ പോണത്. അവിടെ ചെന്നപ്പോൾ ഒരാളത് വെട്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അയാളത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കയറി. ഇരിക്കൊന്നും ചെയ്തിട്ടില്ല, നിന്നുകാടിനെയാണ് മുടിയൊക്കെ വെട്ടണത്. നിന്ന് മുടി വെട്ടുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആയി കിട്ടും പറഞ്ഞുകൊണ്ട് അങ്ങനെയായിട്ടും മുടി വെട്ടണത്. പിന്നെ അവൾ കരഞ്ഞതൊന്നുമില്ല. കാണുന്നുണ്ടെങ്കിൽ ആ ഡ്രിമ്മറിൻ്റെ സൗണ്ട് കേൾക്കണത് ഭയങ്കര പേടിയാണ്. പക്ഷെ ഇന്നെന്തോ കരഞ്ഞതൊന്നുമില്ല, നല്ല ഉഷാറായിട്ട് നിന്ന് തന്നു. ഇടക്കോള് തല തിരിക്കും, തട്ടൊക്കെ ചെയ്യുമ്പോൾ അവിടെയുള്ള എന്തെങ്കിലും സാധനങ്ങളെ കയ്യിൽ കൊടുത്ത് ശ്രദ്ധ തിരിക്കും കേട്ടോ. അങ്ങനെ അവളെ മുടിയൊക്കെ വെട്ടി സുന്ദരി കുട്ടിയേക്കണം. ഇങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മളെ മുടി വെട്ടണത്. നമ്മളിങ്ങനെ ഒപ്പാക്കി കൊടുക്കുന്നല്ലാതെ ഇങ്ങനെ സ്റ്റെപ്പ് ഇട്ടുകൊണ്ടൊന്നും മുടി വെട്ടലില്ല.